സാങ്കേതിക കുരുക്കിൽപ്പെട്ട പുതുക്കാട് സെന്ററിൽ അടിപ്പാത നിർമ്മാണം വൈകുന്നു. നിർമ്മാണ ചുമതലയുള്ള സ്വകാര്യ കമ്പനി എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതാണ് അനുമതി ലഭിക്കാൻ തടസ്സമെന്ന് ആരോപണം. കർഷകരുടെ എല്ലാ കുടിശ്ശികയും മാർച്ചിൽ കൊടുത്തു തീർക്കുമെന്ന് കൃഷിമന്ത്രി വി സുനിൽകുമാർ. അതത് സമയങ്ങളിൽ കൃഷി ഇറക്കിയില്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും മന്ത്രി. KSEB ജീവനക്കാരിൽ ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ജീവനക്കാരുടെ അധിക ജോലിഭാരമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നിഗമനം. പലപ്പിളിയിൽ കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുന്നത് പതിവാകുന്നു. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത് തോട്ടം തൊഴിലാളികളെ ഭീതിയിലാക്കി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആറുവരിപ്പാത വികസനത്തിൽ കുരുങ്ങി പുതുക്കാട് സെന്ററിൽ അടിപ്പാത നിർമ്മാണം വൈകുന്നു. നിർമ്മാണ ചുമതലയുള്ള സ്വകാര്യ കമ്പനി എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തത് അനുമതി ലഭിക്കാൻ തടസ്സമായി. നിർമ്മാണ ചുമതലയുള്ള സ്വകാര്യ കമ്പനി എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതിനാൽ അടിപ്പാതയ്ക്ക് ദേശീയപാത അതോറിറ്റി ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ നിർദ്ദിഷ്ട മണ്ണുത്തി അങ്കമാലി ദേശീയപാത വികസനത്തിന്റെ നടപടികൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതാണ് അടിപ്പാതയ്ക്കും തിരിച്ചടിയാകുന്നത്. പുതിയ പ്രപ്പോസൽ പ്രകാരം മണ്ണുത്തി മുതൽ അങ്കമാലി വരെ ആറുവരിപ്പാത ഉറപ്പുവരുത്തണം. പുതിയ പാലങ്ങൾക്കും അടിപ്പാതകൾക്കും ഫ്ളൈ ഓവറുകൾക്കും ഇതേ സൗകര്യമുണ്ടാകണം. പുതുക്കാട് അടിപ്പാത ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം ആറുവരി സ്ഥല സൗകര്യത്തോടെയാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പാത വികസനം സംബന്ധിച്ച് സ്വകാര്യ ഏജൻസി നടത്തുന്ന പഠനം ഇപ്പോഴും പാതി വഴിയിലാണ്. ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ പാത വികസനവും അനുബന്ധ സംവിധാനങ്ങളുടെ നിർമ്മാണവും ആരംഭിക്കാനാകൂ. അപകടങ്ങൾ പതിവായിരുന്ന പുതുക്കാട് സെന്ററിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ട് വർഷങ്ങളാകുന്നു. പ്രതിദിനം 4000 പേർ ഇവിടെ ദേശീയപാത മുറിച്ചു കടക്കുന്നു എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്ക്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് മുപ്പിളിയം റോഡ് വരെ 420 മീറ്റർ നീളത്തിലാണ് നിർദ്ദിഷ്ട ഫ്ളൈ ഓവർ. നിലവിലുള്ള സ്ഥലത്തേക്കാൾ ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നഷ്ടപരിഹാരം വിതരണം ചെയ്ത ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ. TCV ന്യൂസ്, പുതുക്കാട്. കർഷകരുടെ എല്ലാ കുടിശ്ശികയും മാർച്ചിൽ കൊടുത്തു തീർക്കുമെന്ന് കൃഷിമന്ത്രി വി സുനിൽകുമാർ പറഞ്ഞു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ എലവത്തൂർ കിഴക്ക് കോൾപ്പടവിൽ രണ്ടാം പൂക്കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രളയാനന്തരം മണ്ണിന്റെ ഘടനയിൽ വന്ന മാറ്റം ഉൽപാദനം വർദ്ധിക്കാൻ ഇടയായതായും തുടർന്നും മണ്ണിനെ സംരക്ഷിച്ചും കാലഘടന നോക്കിയും കൃഷി ഇറക്കാൻ കർഷകൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLA യോഗത്തിൽ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ, കോൾ കർഷക സംഘം ജില്ലാ സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ, ഡോക്ടർ U ജയകുമാർ, ഡബിൾ കോൾ ജില്ലാ ലൈസൻ ഓഫീസർ ഡോക്ടർ AJ വിവൻസി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ NK സരസ്വതി, കൃഷി ഓഫീസർ റിസാമോൾ സൈമൺ എന്നിവർ സംസാരിച്ചു. കർഷകർ അതത് സമയങ്ങളിൽ കൃഷി ഇറക്കിയില്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി സുനിൽകുമാർ പറഞ്ഞു. താന്നി മന്തിക്കാട് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന മാത്തൂത്തോട് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി വാളമുക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുയോജ്യമല്ലാത്ത സമയങ്ങളിൽ കൃഷി ചെയ്യുന്നത് വിളകളെയും ഉൽപാദനത്തെയും ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെൽകൃഷി ഉൽപാദന രംഗത്ത് ഈ സീസണിൽ ചരിത്രത്തിലാദ്യമായ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗീതാഗോപി MLA അധ്യക്ഷയായി. CN ജയദേവൻ MP, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് PC ശ്രീദേവി, താന്നി മന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PS രാധാകൃഷ്ണൻ, AV ശ്രീവത്സൻ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. KSEB ജീവനക്കാരിൽ ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിക്കുന്നു. ജീവനക്കാരുടെ അധിക ജോലിഭാരവും മറ്റുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നിഗമനം. കാട്ടൂർ KSEB ഓഫീസിൽ ആരോഗ്യ വിഭാഗം നടത്തിയ ജീവിതശൈലീ രോഗനിർണയ ക്യാമ്പിൽ ഭൂരിഭാഗം ജീവനക്കാരിലും രോഗങ്ങൾ കണ്ടെത്തി. ജീവനക്കാരിൽ ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും വർദ്ധിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. ഓഫീസിലെ 3 പേർ നേരത്തെ ജീവിതശൈലീ രോഗത്തിന് ചികിത്സ തേടിയിട്ടുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, പാലിയേറ്റീവ് നഴ്സ് NP നീതു, ആശാ വർക്കർ K സുബിത എന്നിവരാണ് പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയചന്ദ്രൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ബിനോയ് എന്നിവർ നേതൃത്വം നൽകി. പാലപ്പിളിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത് തൊഴിലാളികളെ ഭീതിയിലാക്കി. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന അക്കരപ്പാടിക്ക് സമീപം റബ്ബർ തോട്ടത്തിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. തോട്ടത്തിലൂടെ ഒഴുകുന്ന കുറുമാലി പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം കാട്ടുപോത്ത് പരിസരത്ത് മേഞ്ഞു നടക്കുകയാണ്. തൊഴിലാളികൾ ടാപ്പിങ്ങിലെത്തുന്ന തോട്ടങ്ങളാണ് കാട്ടുപോത്ത് തമ്പടിച്ചിരിക്കുന്നത്. കാട്ടുപോത്തിന്റെ ആക്രമണം ഭയന്നാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത്. പകൽ സമയങ്ങളിൽ വന അതിർത്തികളിലും റബ്ബർ തോട്ടങ്ങളിലും മേഞ്ഞു നടക്കുന്ന കാട്ടുപോത്ത് തൊഴിലാളി പാടികളിലേക്ക് വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ.
പാലപ്പിള്ളി കൊച്ചിൻ മലബാർ റബ്ബർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് തിങ്കളാഴ്ച ശമ്പളം നൽകാൻ ധാരണയായി. ജില്ലാ കളക്ടറുടെയും ലേബർ ഓഫീസറുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. 3 മാസമായി ഗഡുക്കളായി ശമ്പളം നൽകിയതിൽ പ്രതിഷേധിച്ച് കമ്പനി ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ളവരെ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ഉപരോധിച്ചിരുന്നു. രാത്രി വൈകിയും തുടർന്ന തൊഴിലാളികളെ സമരം ജില്ലാ ഭരണകൂടം ഇടപെട്ടതിനെ തുടർന്നാണ് പിൻവലിച്ചത്. രാവിലെ കളക്ടർ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ശമ്പളം ഒറ്റത്തവണയായി നൽകണമെന്ന് തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ കമ്പനി സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും വരുമാനത്തിന്റെ 2 ഇരട്ടിയിലേറെ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. നിലവിൽ നൽകാനുള്ള ശമ്പളം തിങ്കളാഴ്ച തൊഴിലാളികളെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകി. കുന്നംകുളം നഗരസഭയിൽ വീണ്ടും രാജി. കോൺഗ്രസ് കൌൺസിലർമാരായ ബീന ലിബിനി, മിനി മോൻസി എന്നിവർ സ്ഥിരം സമിതി അംഗത്വം രാജിവെച്ചു. വികസനകാര്യ സ്ഥിരം സമിതിയിൽ നിന്നും ബീന ലിബിനിയും വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ നിന്ന് മിനി മോൻസിയും രാജിവെച്ചതോടെ കുന്നംകുളത്ത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിയൊരുങ്ങുകയാണ്. സ്ഥിരം സമിതിയിലെ ഒഴിവുകൾ നികത്താൻ അടുത്തുതന്നെ തെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന യുവാവിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരിഞ്ഞ് ചെട്ടിയാൻ സ്വദേശി തൃക്കൂക്കാരൻ റോഷനാണ് അറസ്റ്റിലായത്. എടപ്പള്ളി, പറപ്പൂർ, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുകൾ ഉപയോഗിച്ചാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജി, എസ്ഐമാരായ CK സുരേഷ്, സൈമൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. പൂവത്തൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ച ഭണ്ഡാരം പൊളിച്ച മോഷണം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഭണ്ഡാരം ഇളക്കി മാറ്റി ക്ഷേത്രത്തിന് പുറകിൽ കൊണ്ടുപോയാണ് പൂട്ട് തകർത്തിട്ടുള്ളത്. പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ചതായി കരുതുന്ന ഇരുമ്പ് കമ്പിയും വെട്ടുകത്തിയും സമീപത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. ക്ഷേത്രം ഭാരവാഹികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാവറട്ടി SIമാരായ ആദം ഖാൻ, PT ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കല്ലൂർ പാലക്കേപ്പറമ്പിൽ സ്വകാര്യ ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷാ തൊഴിലാളികളും തമ്മിൽ സംഘർഷം. ഒരു ബസ് ജീവനക്കാരനും 2 ഓട്ടോ തൊഴിലാളികൾക്കും പരിക്കേറ്റു. ബസ് ജീവനക്കാരൻ കല്ലൂർ ചുള്ളിപ്പറമ്പൻ സെറിൻ, ഓട്ടോ തൊഴിലാളികളും കല്ലൂർ സ്വദേശികളുമായ അറാശ്ശേരി ബെന്നി, തരകൻ ആന്റണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഓട്ടോറിക്ഷയിൽ ആളുകളെ കയറ്റുന്നത് സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ജീവനക്കാരന് മർദ്ദനമേറ്റതോടെ കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. പിന്നീട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ബസ് ജീവനക്കാരുമായി പോലീസ് ചർച്ച നടത്തിയാണ് സമരം പിൻവലിച്ചത്. അവകാശ രേഖകൾ കൈവശമില്ലാത്തതിനാൽ 10 സെന്റ് പുരയിടത്തിലെ അപകടാവസ്ഥയിലായ 2 വീടുകളിൽ നിസ്സഹായരായി 2 കുടുംബങ്ങൾ. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ മോങ്കാടി വീട്ടിൽ മണി വേലായി, മൂത്തമകൻ പുരുഷോത്തമൻ എന്നിവരുടെ കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. വീട് നിർമ്മിക്കാനുള്ള സ്ഥലമുണ്ടെങ്കിലും ആധികാരികമായ രേഖകളില്ലാത്തതാണ് വീടിനുള്ള അനുമതിക്ക് തടസ്സമാകുന്നത്. വൃദ്ധയായ മണി വേലായിയും മൂത്തമകൻ പുരുഷോത്തമനും ഭർത്തൃപിതാവ് ചെറുങ്കണ്ടന്റെ പേരിലുള്ള 10 സെന്റ് ഭൂമിയിലെ ദ്രവിച്ചടർന്ന ഓടുമേഞ്ഞ വീട്ടിലായിരുന്നു താമസം. 45 വർഷം മുൻപ് ഭർത്തൃപിതാവ് ചെറുകണ്ടനും 18 വർഷം മുൻപ് ഭർത്താവ് വേലായിയും മരിച്ചതോടെ മണിയുടെ കുടുംബം ദുരിതത്തിലായി. ചെറുങ്കണ്ടന്റെ പേരിലുള്ള ഭൂമിയുടെ അവകാശം വേലായി അടക്കമുള്ള 8 മക്കൾക്കും കൈമാറിയിരുന്നില്ല. പിന്നീട് ഭൂമിയുടെ ആധാരവും കാണാതായി. 2ാം വാർഡിൽ 281 നമ്പർ ഓടിട്ട വീട്ടിലായിരുന്നു മണി വേലായിയും മകൻ പുരുഷോത്തമനും ഉൾപ്പെട്ട 12 അംഗ കുടുംബം താമസിച്ചിരുന്നത്. പിന്നീട് മണിയുടെ ഇളയ മകൻ രാജേഷും കുടുംബവും ബിന്ദുവിന്റെ അമ്മ അമ്മിണിയും ഇവിടെ നിന്നും താമസം മാറ്റി. വീടിനോട് ചേർന്നുള്ള 281A നമ്പർ ഓലക്കൂരയിലേക്ക്. വാതിൽപ്പാളികൾ അടർന്നു തൂങ്ങിയ കുടിലിലെ ജീവിതം തീർത്തും ദുരിതമാണ്. മണി വേലായിയുടെ പേരിലാണ് 2 വീടുകളുടെയും നികുതി അടച്ചിരുന്നത്. രാജേഷും ഭാര്യ ബിന്ദുവും കൂലിപ്പണി ചെയ്താണ് കുടുംബം പോറ്റുന്നത്. മണി വേലായിയുടെ ഭർത്തൃപിതാവിന്റെ പേരിലുള്ള ഭൂമിയുടെ അവകാശികൾ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. വീടിനുള്ള അപേക്ഷ പരിഗണിക്കണമെങ്കിൽ മരിച്ചുപോയ ഇവരുടെ മക്കളുടെ സമ്മതപത്രം വേണമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. ഞങ്ങൾക്ക് എങ്ങനെയായാലും 2 വീട് ഞങ്ങൾക്ക് കിട്ടിയേ തീരും. ഞങ്ങൾക്ക് വേറെ ഒരു രക്ഷയില്ല. അവരാണെങ്കിൽ അവന് ഭാര്യയ്ക്കും വയ്യ, ഭർത്താവിനും വയ്യ. ഞങ്ങളും അങ്ങനെ ഒരു വയ്യാത്ത ആൾക്കാരാക്കിന് ഈ പൊളിഞ്ഞ ചെറ്റ പെരയിലാണ് ഞങ്ങൾ ഈ കിടക്കുന്നത്. മണിയുടെ മൂത്തമകൻ പുരുഷോത്തമനും ഭാര്യ അജിതയും 4 മക്കളുമാണ് പഴയ തറവാട്ട് വീട്ടിൽ താമസിക്കുന്നത്.
വീടിന്റെ ചുമരുകളും ഓടുമേഞ്ഞ മേൽക്കൂരയും ഏതു സമയവും നിലം പൊത്താവുന്ന സ്ഥിതിയിലാണ്. പന്തൽ പണിക്കാരനായിരുന്ന പുരുഷോത്തമൻ അപകടത്തെ തുടർന്ന് ജോലിയെടുക്കാനാകാത്ത സ്ഥിതിയിലാണ്. ഭാര്യ അജിതയ്ക്ക് കഴുത്തിൽ മുഴ വന്നതിനെ തുടർന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വീട് പുനർനിർമ്മിച്ച് താമസിക്കാൻ ഭർത്തൃ സഹോദരന്മാരുടെ മക്കൾ അനുമതി നൽകിയെന്നാണ് മണി വേലായി പറയുന്നത്. വേട്ടുവ സമുദായത്തിൽപ്പെടുന്ന ഇവർക്ക് സ്വന്തമായൊരു വീടിനായുള്ള തടസ്സങ്ങൾ അധികൃതരുടെ ഇടപെടലോടെ മാറിക്കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. TCV തൃപ്രയാർ. വല്ലച്ചിറ ചാത്തക്കുടം പുല്ലാനി പാടത്ത് വളർത്തുപ്രാവുകളെ കൊന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ജോഡിക്ക് 1000 രൂപ മുതൽ 10,000 രൂപ വരെ വില വരുന്ന വിവിധയിനം പ്രാവുകളെയാണ് കൊന്ന് നിരത്തിവെച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ കരുവന്നൂർ കുടിവെള്ള പദ്ധതി നാട്ടുകാർക്ക് ദുരിതമായതായി ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വിമർശനം. മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്താകുമാരിയാണ് ആക്ഷേപം ഉന്നയിച്ചത്. പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചതോടെ യോഗത്തിൽ ബഹളമായി. ചാവക്കാട് ഒരുമനിയൂരിൽ കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതുമൂലം ഗുരുവായൂരിലേക്ക് കുടിവെള്ളം എത്തുന്നില്ല എന്നാണ് ശാന്താകുമാരി പരാതിപ്പെട്ടത്. പദ്ധതി പ്രകാരം വെള്ളം ലഭിക്കുന്നതുവരെ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചെയർമാൻ KP വിനോദ് പറഞ്ഞു. ചെയർപേഴ്സൺ BS രേവതി അധ്യക്ഷയായിരുന്നു. ഈ മാസം 13, 14 തീയതികളായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃപ്രയാറിൽ നടത്തുന്ന ഫിഷർമാൻ പാർലമെന്റിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിഷർമാൻ പാർലമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതിയും രൂപീകരിച്ചു. മുൻ DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. ജോസഫ് ചാലിശ്ശേരി, ജോസഫ് ടാജറ്റ്, ജോസ് വള്ളൂർ, അനിൽ പുളിക്കൽ, VR വിജയൻ എന്നിവർ സംസാരിച്ചു. 14 രാവിലെ 9 കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഫിഷർമാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 543 മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ പങ്കെടുക്കും. പൊതു തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാറണ്ട് പ്രതിയെ പിടികൂടി. ചാലക്കുടി DVSP K. ലാൽജിയുടെ കീഴിലാണ് ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. മാളയിൽ 2007 സ്പിരിറ്റ് കേസിൽ പ്രതിയായ ആലുവ ചുണങ്ങൻവേലി സ്വദേശി തമ്പിയെയാണ് മാള CI PM ബൈജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കൊടും ചൂടിലും ജൈവ പച്ചക്കറി കൃഷിയുടെ വിജയഗാഥയുമായി വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ. തരിശായി കിടക്കുന്ന ഒരേക്കർ പാടശേഖരം പാട്ടത്തിനടുത്താണ് വിവിധ ഇനം പച്ചക്കറികൾ തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്തത്. വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ MB പ്രസാദിന്റെ നേതൃത്വത്തിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും PTA, MPTA, SMC, OSA അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരന്ന് വിത്തിടൽ നടത്തി. ഒരേക്കർ നെൽപ്പാടം പാട്ടത്തിനടുത്ത് നെൽകൃഷി ചെയ്ത് കുട്ടികൾക്ക് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നേരിട്ട് അനുഭവഭേദ്യമാക്കി 100 മേനി വിളവെടുത്തതിനു ശേഷം വീണ്ടും ഒരേക്കർ സ്ഥലത്ത് ഇടവിളയായി കഴിഞ്ഞ ആഴ്ച ഉഴുന്നു വിതച്ച് കൃഷി ആരംഭിച്ചിരുന്നു. വീണ്ടും ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ട് കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് മാതൃകയാവുകയാണ് ഈ ജനകീയ വിദ്യാലയം. സ്കൂൾ കെട്ടിടം നിൽക്കുന്ന സ്ഥലമൊഴിച്ച് മുഴുവൻ സ്ഥലത്തും ചിത്രശലഭ പാർക്ക്, നക്ഷത്രവനം, ഔഷധത്തോട്ടം, ജൈവ വൈവിധ്യ പാർക്ക്, റോസ് ഗാർഡൻ, മത്സ്യക്കുളം, ഓമന പക്ഷിമൃഗാദികളുടെ പാർക്ക് എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കി സ്ഥലത്ത് സ്വർണ്ണമുഖി, ചങ്ങാലിക്കോടൻ തുടങ്ങി 50ഓളം വാഴകളും വിവിധയിനം പച്ചക്കറികളും കൃഷി ചെയ്തു. സ്ഥലം തികയാതെ വന്നപ്പോഴാണ് വരവൂർ ശങ്കരത്ത് വേണുഗോപാലിന്റെ ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ജൈവ പച്ചക്കറി കൃഷി വിപുലമാക്കാൻ തീരുമാനിച്ചത്. തെരഞ്ഞെടുത്ത 100 കുട്ടികളുടെ വീട്ടിൽ ജൈവ പച്ചക്കറി കൃഷിക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തിട്ടുണ്ട്. വിത്തിടലിന്റെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. വിജയലക്ഷ്മി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KV ഖദീജ ടീച്ചർ അധ്യക്ഷയായിരുന്നു. പ്രധാന അധ്യാപകൻ MB പ്രസാദ്, സ്റ്റാഫ് സെക്രട്ടറി V. ശ്രീബ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബാബു, വടക്കാഞ്ചേരി AEO P. ശോഭനകുമാരി, BRC ട്രെയിനർ ഹസീന, കർഷകനായ AB ശങ്കരൻ എന്നിവരും രക്ഷിതാക്കളും കുട്ടികൾക്കൊപ്പം പങ്കെടുത്തു. TCV ന്യൂസ്, ചെറുതുരുത്തി. നിർധന കുടുംബാംഗമായ കൊടകര പുലിപ്പാറകുന്ന് സ്വദേശി സന്തോഷിന് CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നു. വീടിന്റെ തറക്കല്ലിടൽ കർമ്മം CPM ജില്ലാ കമ്മിറ്റി അംഗമായ BD ദേവസി MLA നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CM ബബീഷ്, MM മനിതൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ,
ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര വിരുത്തിപ്പാടത്ത് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. 10 വർഷത്തോളമായി തരിശുകിടന്ന 4 ഏക്കർ നിലത്തിൽ പ്രദേശവാസികളായ ചുക്രിയാൻ, റോണി, ഈച്ചിരത്ത്, ജയ്സൺ എന്നിവർ ചേർന്നാണ് ഇവിടെ മുണ്ടകൻ കൃഷി ചെയ്തത്. കൊയ്ത്തുത്സവം ബി.ഡി. ദേവസി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം മാൻസി ജിൻഡോ, കൃഷി ഓഫീസർ ഡോക്ടർ വി.എം. ഹിമ എന്നിവർ സംസാരിച്ചു. സ്വകാര്യ പണമിടപാട് രംഗത്ത് പ്രശസ്ത നേട്ടം കൈവരിച്ച ന്യൂ തൃശൂർ കമ്പനിയുടെ ബിസിനസ് മീറ്റ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ശനിയാഴ്ച തൃശൂർ ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ബി. എസ്. സുനിൽകുമാർ നിർവഹിക്കും. കണ്ടശാങ്കടവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ തൃശൂർ കമ്പനിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി 5 നിർധന കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതമുള്ള ധനസഹായം ചടങ്ങിൽ കൈമാറും. മേയർ അജിത വിജയൻ, മുരളി പെരുന്നെല്ലി എം.എൽ.എ., മുൻ സ്പീക്കർ തേരം രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് സംഗീതരാവ് അരങ്ങേറും. ഏറ്റവും മികച്ച ഗുണമേന്മയാർന്ന ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലകളും മികവാർന്ന സേവനവും കൊണ്ട് ഉപഭോക്താക്കളുടെ മനം കവർന്ന കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വനിതാ ദിനത്തിൽ ഒരുക്കിയ ആഘോഷങ്ങൾ ഷോപ്പിംഗിനെത്തിയ വനിതകൾക്ക് ഏറെ ആഹ്ലാദവും അഭിമാനവും പകരുന്നതായി. മികച്ച ഡിസ്കൗണ്ടുകളും ഫ്രീ പർച്ചേസ് ഓഫറുകളും ഒരുക്കിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് സ്ത്രീകൾക്കായി നിരവധി സൗജന്യ സേവനങ്ങൾ ഒരുക്കി വനിതാ ദിനത്തെ ശ്രദ്ധേയമാക്കി. ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഒരുക്കി സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയ കല്യാൺ സൗന്ദര്യ സംരക്ഷണത്തിനും സൗജന്യ സേവനങ്ങൾ ഒരുക്കി. ഫ്രീ മേക്ക് ഓവേഴ്സും ഫ്രീ മെഹന്തിയും ഫ്രീ ഐബ്രോ ത്രെഡിംഗും ഒരുക്കിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വനിതകൾക്കായി ഒരുക്കിയ സ്ലോഗൻ കോൺടെസ്റ്റ് സ്ത്രീകളുടെ മഹത്വം വിളിച്ചോതുന്നതായി. ഓരോ സ്ത്രീയും തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച സ്ത്രീയെക്കുറിച്ചുള്ള കുറിപ്പെഴുതി ബോർഡിൽ പതിക്കുന്ന സ്ലോഗൻ കോൺടെസ്റ്റിൽ മികച്ച കുറിപ്പിന് സമ്മാനവും ഒരുക്കിയിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചവർക്ക് നൽകുന്ന ഒരു സമ്മാനമായിരുന്നു ഓരോ കുറിപ്പുകളും. കല്യാൺ ഒരുക്കിയ വനിതാ ദിനാഘോഷം ഉപഭോക്താക്കൾക്ക് ഏറെ സംതൃപ്തി പകരുന്നതായി. വനിതാ ദിനത്തിൽ കുറേ കാര്യങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം വളരെ നല്ലതാണ്. അപ്പം നമുക്കത് ഈ പർച്ചേസിംഗ് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇവർ കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവാണ്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ അവർ ഒത്തിരി നല്ല കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെഹന്തി ആയാലും മെഹന്തി, പിന്നെ ഇവിടെ ഫ്രീ മെഡിക്കൽ ക്യാമ്പ്, അങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കസ്റ്റമേഴ്സിനെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്ന ഇതാണ്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വനിതകൾക്ക് നൽകുന്ന പ്രാധാന്യവും കരുതലും ഏറെ വലുതാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വർധിനി പ്രകാശ് പറഞ്ഞു. കല്യാണിൽ എന്നും വിമൻസ് ഡേ ആണ്. പിന്നെ ലോകം മൊത്തം മാർച്ച് 8-ാം തീയതി വിമൻസ് ഡേ ആചരിക്കുമ്പോൾ നമ്മളും അതിനൊരു പാർട്ടാവുകയാണ് ചെയ്യുന്നത്. ലേഡീസ് നമ്മൾ നോക്കിയെടുത്തോളം അവരുടെ ഹെൽത്തിന് അധികം പ്രാധാന്യം നൽകുന്നില്ല. അവരുടെ കുടുംബം, അവരുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ എന്ന കാര്യങ്ങളാണ് അവർക്ക് എന്നും മുൻനിരയിലുള്ളത്. അപ്പം അവരുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ്, അതായത് ഷുഗർ, പ്രഷർ, ഒരു ബോഡി മാസ് ഇൻഡെക്സ്, അത് ഞങ്ങൾ ഇന്നിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു റിലാക്സ്ഡ് മൂഡ് കിട്ടാനായിട്ട് ഒരു ഫ്രീ ഐബ്രോ ത്രെഡിങ്, മെഹന്തി, പിന്നെ കുറേ ഫ്രീ ടേസ്റ്റിങ്ങും, അങ്ങനെ കുറച്ചൊരു ആക്ടിവിറ്റീസ് സജ്ജീകരിച്ചിട്ടുണ്ട്. മികച്ച ഗുണമേന്മയാർന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഒരുക്കിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ കമ്പനികളുടെ ഫ്രീ സാമ്പിൾ ഓഫറുകളും ഒരുക്കിയിരുന്നു. 5000 രൂപയുടെ പർച്ചേസിന് 500 രൂപയുടെയും 3000 രൂപയുടെ പർച്ചേസിന് 250 രൂപയുടെയും പർച്ചേസ് വൗച്ചർ സൗജന്യവും ഓരോ പർച്ചേസിനും മറ്റു ഓഫറുകളുമുണ്ട്. കടുത്ത വേനൽ ചൂടിൽ മനം കുളിർപ്പിക്കാനായി വ്യത്യസ്തങ്ങളായ ജ്യൂസുകളും ഐസ്ക്രീമുകളുമെല്ലാമായി ജ്യൂസ് ഷോപ്പും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. ഏവർക്കും തൃപ്തികരമായ ഷോപ്പിംഗ് സമ്മാനിക്കുന്ന കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വനിതാ ദിനത്തിൽ ഒരുക്കിയ ആഘോഷങ്ങളും ഏവർക്കും പരിപൂർണ സംതൃപ്തി നൽകുന്നതായി. തൃശൂർ കുര്യാക്കോസ് ഏലിയ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. തൃശൂർ കെസ് ഭവനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെസ് സെക്രട്ടറി ഡോക്ടർ ഫാദർ ജോയ് വട്ടോലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രളയത്തെ അതിജീവിച്ച കർഷക ത്രേസ്യാമ്മ ഡേവിസിനെ ധീരവനിതാ അവാർഡ് നൽകിയും ക്യാൻസറിനെ അതിജീവിച്ച റിയ സെലസിനെയും സാമ്പത്തിക പരാധീനതയിലും അമല മെഡിക്കൽ കോളേജിൽ നിന്ന് റേഡിയോളജിയിൽ 1ാം റാങ്ക് നേടിയ അഞ്ജിത രാമനുണ്ണിയെയും ആദരിച്ചു. ചടങ്ങിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കെസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഗാർഡൻ സെറ്റിംഗ്, ഫാം സെറ്റിംഗ്, ലൈവ് സ്റ്റോക്ക് സെറ്റിംഗ് യൂണിറ്റുകളുടെ ഉദ്ഘാടനവും കെസ് സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോയ് വട്ടോലി നിർവഹിച്ചു. കെസ് പ്രോഗ്രാം ഡെവലപ്മെന്റ് ഓഫീസർ ആശ ജെമിൻസ് സംസാരിച്ചു.
കൊടുംചൂടിൽ ദാഹജലത്തിനായി വലയുന്ന കിളികൾക്ക് സ്നേഹ തണ്ണീർക്കുടങ്ങൾ ഒരുക്കി എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂൾ. തൃശൂർ പ്രകൃതി സംരക്ഷണ സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ അങ്കണത്തിലെ വൃക്ഷങ്ങളിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചത്. സ്കൂൾ മാനേജർ പ്രതിനിധി ഫാദർ ലെബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ പ്രവർത്തകൻ ഷാജു തോമസ്, പ്രധാന അധ്യാപകൻ TA ബാബു തോമസ്, റീത്ത പല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സമീപത്തെ സെന്റ് അലോഷ്യസ് കോളേജ് ക്യാമ്പസിൽ സുവോളജി അധ്യാപകൻ ജെയ്സൺ സ്നേഹ തണ്ണീർക്കുടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഷാജു തോമസ് ക്ലാസ് നയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ നവീകരിച്ച ഉമിക്കുന്ന് കോളനി 2-ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് മീന ശലമോൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ NK കബീർ, പ്രീതി സതീഷ്, PM ഷൈല, പൊതുപ്രവർത്തകരായ MM സലീം തുടങ്ങിയവർ പങ്കെടുത്തു. നിയമസഭയിലും ലോകസഭയിലും 50% സ്ത്രീ സംവരണം വേണമെന്ന് ഗുരുവായൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല കേരളൻ അഭിപ്രായപ്പെട്ടു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിലെ വനിതാവേദി പ്രവർത്തകർ സംഘടിപ്പിച്ച വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നഗരസഭാ കൌൺസിലർ ബിന്ദു അജിത് കുമാർ യോഗത്തിൽ അധ്യക്ഷയായി. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും ഷൊർണൂർ ഗവൺമെന്റ് ESI ഹോസ്പിറ്റലിലെ ഡോക്ടറുമായ ഷിനു ശ്യാമളനെ പാവറട്ടി SI മുഹമ്മദ് റഫീഖ് ആദരിച്ചു. ദേവസൂര്യ വനിതാവേദി ചെയർപേഴ്സൺ സുധ പ്രജീഷ്, PK രാജൻ, റജി വിളക്കാട്ടുപാടം തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര ജാനി വളവിന് പടിഞ്ഞാറ് മത്സ്യബന്ധന വഞ്ചിയും വലയും കത്തിനശിച്ച നിലയിൽ. തിരുവത്ര ചെങ്കോട്ടക്കുന്നത്ത് അയ്യൂബിന്റെ ഉടമസ്ഥതയിലുള്ള ബിസ്മി ഫൈബർ വഞ്ചിയും വലയുമാണ് തീവെച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അയ്യൂബ് എത്തിയപ്പോഴേക്കും വഞ്ചി പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. ഏകദേശം 2 ലക്ഷം രൂപ നഷ്ടം കണക്കാക്കുന്നു. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജില്ലയിൽ നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം നടന്നാൽ സംരക്ഷിക്കാൻ ആളില്ല എന്ന് കരുതരുത്. സഖി സെന്ററുണ്ട് ഇരിങ്ങാലക്കുടയിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഏതുതരം അതിക്രമങ്ങൾ നടന്നാലും അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട ഷെൽട്ടർ സംവിധാനം ഒരുക്കാനും ഇവിടെ സൗകര്യമുണ്ട്. കൂടാതെ ഇവർക്ക് വേണ്ട നിയമോപദേശവും കൗൺസിലിംഗും നടത്താൻ വക്കീലുമാരും ആരോഗ്യ സംരക്ഷണത്തിന് ഡോക്ടർമാരുടെ സേവനവും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ നിന്നും ലഭിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ ഇരിങ്ങാലക്കുടയിൽ സംസ്ഥാനത്തെ 4ാമത്തെ സഖി സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ട് 8 മാസങ്ങൾ പിന്നിടുമ്പോൾ 118ഓളം കേസുകൾക്കാണ് ഇവിടെ പരിഹാരം കണ്ടെത്തിയത്. സ്ത്രീകൾക്കെതിരെ വീടുകളിൽ നടന്ന 24 അക്രമങ്ങളും 5 ബലാത്സംഗ കേസുകളും 10ഓളം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 5 ദിവസം വരെ ഇത്തരത്തിൽ അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകൾക്ക് സഖി സെന്ററിൽ അഭയം ലഭിക്കും. അതിനിടയിൽ വേണ്ട രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളും ഇവിടെ നിന്നുണ്ടാകുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അമല ഡേവിസ് പറഞ്ഞു. TCV ഇരിങ്ങാലക്കുട. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പൂന്നാനം ജ്ഞാനപാന പുരസ്കാരത്തിന് വിഖ്യാത ബാലസാഹിത്യകാരി സുമംഗലയെ തെരഞ്ഞെടുത്തു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പൂന്നാനം ദിനമായ ഞായറാഴ്ച വൈകിട്ട് 4-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ C. രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ ഡോക്ടർ M. ലീലാവതി, ചൊവ്വല്ലു കൃഷ്ണൻകുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പൂന്നാനം കൃതികളുടെ സമ്പൂർണ്ണ പാരായണം ഉണ്ടാകും. തൃത്തല്ലു KMHM അനാഥ അഗതി മന്ദിരത്തിന് കീഴിലുള്ള തഖ്ഫ്യുൽ ഖുർആൻ കോളേജിന്റെ ശിലാസ്ഥാപനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അനാഥ അഗതി മന്ദിരത്തിൽ പഠിക്കുന്ന 60 പെൺകുട്ടികളിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ 4 പെൺകുട്ടികൾക്കുള്ള ബിരുദദാനവും തങ്ങൾ നിർവഹിച്ചു. ഫാത്തിമ മെഹ്ജൂബ് പാവറട്ടി, ഐഷ അമീർ തളിക്കുളം, ഫാത്തിമ നസറിൻ ചെമ്മനേങ്ങാട്, റിസ്വാന ജസീറ കേച്ചേരി എന്നിവരാണ് ബിരുദദാനം ഏറ്റുവാങ്ങിയത്. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. KMHM ജനറൽ സെക്രട്ടറി CA മുഹമ്മദ് റഷീദ് അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ ഫൈസി ദേശമംഗലം, VM ഇല്യാസ്, TH അബ്ദുൽ സലാം, AM സനൌഫൽ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നായർ സമാജം കുറൂരമ്മ ദിനത്തിൽ നൽകുന്ന ശിവപത്മം പുരസ്കാരത്തിന് മെട്രോമൻ ഡോക്ടർ E. ശ്രീധരൻ അർഹനായി. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രം, പൊന്നാട എന്നിവയടങ്ങിയ പുരസ്കാരം കുറൂരമ്മ ദിനമായ ഈ മാസം 13-ന് ഗുരുവായൂരിൽ സമ്മാനിക്കും. രാവിലെ 10-ന് നഗരസഭാ ടൗൺഹാളിൽ നടക്കുന്ന ആധ്യാത്മിക സമ്മേളനത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതകൾ റാലി നടത്തി. പ്രസിഡന്റ് KK ഷീജു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ നാടൻ പാട്ടുകാരി പ്രസീത, മികച്ച ക്ഷീര
കർഷക, സരസ്വതി തുടങ്ങിയവരെ ആദരിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നീന്തൽ അറിയാത്ത മുഴുവൻ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതി നടപ്പാക്കാത്തതിലും പ്രളയത്തിൽ ഒഴുക്ക് തടയുന്ന തരത്തിൽ കുറുമാലിപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും മാലിന്യവും നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധം. HRPM പ്രവർത്തകർ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധിച്ചു. HRPM സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജിൻഷാദ് കല്ലൂർ അധ്യക്ഷനായിരുന്നു. അരോഷ്, സുധീഷ്, വർഗീസ് അറക്കൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീ സൗഹാർദ്ദ നഗരം പദ്ധതിയുടെ ഭാഗമായി വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നഗരസഭയിൽ വനിതാ ജീവനക്കാരുടെയും വനിതാ ജനപ്രതിനിധികളുടെയും സംഗമം നടത്തി. ടൗൺഹാളിൽ നടന്ന സംഗമം നഗരസഭാ ചെയർപേഴ്സൺ PS രേവതി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M രതി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ദേവൻ, KT അന്നമ്മ, CDS ചെയർപേഴ്സൺമാരായ MK ബിന്ദു, ശൈലജ, സുധൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരിയിൽ വനിതാ ദിനം ആഘോഷിച്ചു. പറവൻതളിയിൽ നിന്നും ബ്ലോക്ക് സെന്ററിലേക്ക് നൂറുകണക്കിന് വനിതകൾ അണിനിരന്ന വിളംബര റാലി നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MM വാസന്തി അധ്യക്ഷയായിരുന്നു. ക്ഷീരവികസന ഓഫീസർ P സബിത, CDPO ഇൻചാർജ് സ്റ്റെല്ല തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിലെ 2 കുളങ്ങൾ കൂടി പുനരുദ്ധരിക്കുന്നു. കാവനാട് ചിറയും ചീക്കാമുണ്ടി ക്ഷേത്രക്കുളവുമാണ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അനുവദിച്ച 99,38,000 രൂപ വിനിയോഗിച്ച് നവീകരിക്കുന്നത്. കുളങ്ങളുടെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം PD ദേവസി MLA നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, പ്രനില ഗിരീശൻ, KLDC എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ റൂറൽ പോലീസിന്റെയും അന്തിക്കാട് കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സ്വയം രക്ഷയ്ക്കുള്ള പരിശീലനം നടത്തി. അന്തിക്കാട് GLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ വനിതാ സെൽ SI ഉദയചന്ദ്രികയും മാള പോലീസ് സ്റ്റേഷനിലെ VV ജിജിയും ക്ലാസ് എടുത്തു. അന്തിക്കാട് SI MD അന്ന മുഖ്യ അതിഥിയായി. CDS ചെയർപേഴ്സൺ മണി ശശി അധ്യക്ഷയായി. ഷാജിമോൾ, സജിനി ദാസ്, സിനി പൗലോസ് എന്നിവർ പ്രദർശനത്തിനും പരിശീലനത്തിനും നേതൃത്വം നൽകി. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വനിതാ ദിന സന്ദേശയാത്രയും വനിതാ ആദരണ ചടങ്ങും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആദരണ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല നസീർ അധ്യക്ഷത വഹിച്ചു. ശിശു വികസന വകുപ്പ് ഓഫീസർ മിനി, കൌൺസിലർ സതീദേവി എന്നിവർ സംസാരിച്ചു. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ ആൻസി മുരളി ക്ലാസ് എടുത്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്കാര സാഹിതി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയും ചേർപ്പ് ആരോഗ്യ സംരക്ഷണ സേനയും സംയുക്തമായി നെയ്ത്ത് തൊഴിലാളിയായ P ലക്ഷ്മിക്കുട്ടിയെ ആദരിച്ചു. ഖാദി സഹകരണ സംഘത്തിന്റെ തിരുവുള്ളക്കാവിലുള്ള നെയ്ത്തുശാലയിൽ വെച്ചാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ ലക്ഷ്മിക്കുട്ടിയെ ആദരിച്ചത്. പഞ്ചായത്ത് അംഗം KR സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. ആരോഗ്യ സംരക്ഷണ സേനാ ചെയർമാൻ പ്രദീപ് വലിയങ്ങോട്ട്, പഞ്ചായത്ത് അംഗം P സന്ദീപ്, സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻമാർ PS സന്തോഷ്, കൺവീനർ ഷീല ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. പെരിയ ഇരട്ട കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. നഗരസഭാ വായനശാല പരിസരത്ത് നടന്ന പരിപാടി മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ ബാർനാട്ട് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ ദേവൻ, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേന്നംകുളങ്ങര ഭദ്രകാളി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2019 ശ്രീഭദ്ര പുരസ്കാരത്തിന് പ്രശസ്ത ഇലത്താളം കലാകാരൻ കല്ലൂർ രഘു അർഹനായി. 25 വർഷമായി ക്ഷേത്രത്തിലെ കുംഭഭരണിക്ക് ഇലത്താളവാദകനായി പ്രവർത്തിച്ചു വരികയാണ് രഘു. സുവർണ മുദ്രയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കുംഭഭരണി ദിവസം രാത്രി 7:30 ക്ഷേത്രത്തിൽ വെച്ചു നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പൂരം കാവടി ഉത്സവത്തിന് കൊടികയറി. ഗുരുപദം ഗിരീഷ് മേൽശാന്തി, സലേഷ് കുമാർ എന്നിവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 14-നാണ് ചെമ്പൂച്ചിറ പൂരം കാവടി ആഘോഷം. കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടിയിൽ പുനർനിർമ്മിക്കുന്ന തേശ്ശേരി ആരോഗ്യ ഉപകേന്ദ്രം കെട്ടിടത്തിന് BD ദേവസി MLA തറക്കല്ലിട്ടു.
കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം ഷീബ ഹരി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി എന്നിവർ സംസാരിച്ചു. MLAയുടെ മണ്ഡലമാസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആരോഗ്യ ഉപകേന്ദ്രം പുനർനിർമ്മിക്കുന്നത്. പഴവൂർ ശ്രീകോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്രട്ടാദ്യ മഹോത്സവം ആഘോഷിച്ചു. ഉച്ചയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിച്ച തിടമ്പെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാടൻ കലാരൂപങ്ങൾ, കാവടി, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ചേതന യോഗയുടെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ യോഗാ പ്രദർശനം നടത്തി. ചേതന യോഗ ജില്ലാ പ്രസിഡന്റ് സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MV പ്രശാന്ത്, പറപ്പൂക്കര യോഗ പ്രസിഡന്റ് അശോകൻ പന്തല്ലൂർ, ഇൻസ്ട്രക്ടർ ബൈജു ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊടകര ICDS പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ അങ്കണവാടി വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി വനിതാ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. മിറാക്കിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചാവക്കാട് ബീച്ചും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയും സംയുക്തമായി ത്രിദിന സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പും കേരള ജൂനിയർ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായ ശരത് പ്രശാന്തിന് ആദരിക്കലും നടന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. മിറാക്കിൾസ് ക്ലബ്ബ് രക്ഷാധികാരി RM ഷക്കീർ അധ്യക്ഷനായി. ചാവക്കാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് മുഖ്യാതിഥിയായി. PK റഹീം, സെയ്ദ് മുഹമ്മദ്, മഞ്ജുള ജൈൻ എന്നിവർ സംസാരിച്ചു. സ്വച്ഛ് സർവേഷൻ 2019 സന്ദേശ പ്രചാരണാർത്ഥം ചാവക്കാട് നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ നട്ടുവളർത്തിയ കാബേജിന്റെ വിളവെടുപ്പ് നടന്നു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി സിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ പോൾ തോമസ്, വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, നഗരസഭാ കൌൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മതിലകം BRC പരിധിയിലെ സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. ET ടൈസൺ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് KK ബാലൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്, മതിലകം BPO TS സജീവൻ എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിലെ 11ാം വാർഡിലുള്ള കല്ലംകുളം കുടിവെള്ള പദ്ധതി അമ്പാടി നഗർ മേഖലയിലേക്ക് വിപുലീകരിച്ചതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ നിർവഹിച്ചു. വീടുകളിലേക്കുള്ള പൈപ്പ് കണക്ഷൻ വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള സമിതി പ്രസിഡന്റ് MM ശശി, സെക്രട്ടറി AA സജീവൻ എന്നിവർ സംസാരിച്ചു. മണൽപ്പുഴ കണ്ണോത്ത് സംയുക്ത കോൾപടവിൽ നടന്ന നടീൽ ഉത്സവം ആവേശമായി. ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതി പ്രകാരമാണ് കോൾപടവിൽ ഇരിപ്പൂ കൃഷി ഇറക്കുന്നത്. മൂപ്പ് കുറഞ്ഞ മനുരത്ന വിത്ത് ഉപയോഗിച്ചാണ് ഞാറ്റടി തയ്യാറാക്കിയിരിക്കുന്നത്. ബംഗാളി തൊഴിലാളികളാണ് കോൾപടവിൽ നടീൽ നടത്തുന്നത്. മുരളി പെരുന്നലി MLA നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് TK മനോഹരൻ അധ്യക്ഷനായിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ, ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജെന്നി ജോസഫ്, NP ഗോപി, ഓപ്പറേഷൻ കോൾ ഡബിൾ ലൈസൺ ഓഫീസർ ഡോക്ടർ AJ വിവൻസി, OS പ്രദീപ് എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബീന രവിശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മേഴ്സി ജോയ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ ദേവൻ, മീര ഗോപാലകൃഷ്ണൻ, ബിന്ദു നാരായണൻ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ചാവക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമര തെരുവ് പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PB അനൂപ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TM ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KK മുബാറക്, ബ്ലോക്ക് സെക്രട്ടറി V അനൂപ്, ഭവ്യ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. എളവള്ളി ശ്രീ ദുർഗാ ക്ഷേത്രത്തിൽ ദേവസ്വത്തിന്റെയും ക്ഷേത്ര മാതൃസമിതിയുടെയും ആഭിമുഖ്യത്തിൽ നാരായണീയ പഠന ക്ലാസ് ഗുരുവായൂർ നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ R ചന്ദ്രൻ, PC ചന്ദ്രശേഖരൻ ഇളയത്, രാധ അപ്പാട്ട്, PS സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനത്തിന്റെ ഭാഗമായ തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും എരുമപ്പെട്ടി കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ നടന്ന സെമിനാർ പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു.
സ്ഥിരം സമിതി അധ്യക്ഷരായ PM ശൈല, പ്രീതി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കുന്ന് കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച ടാങ്കിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് മീന ശലമോൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM ശൈല, പ്രീതി സതീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM ശൈല, NK കബീർ, പ്രീതി സതീഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത മരത്താക്കരയിൽ ഹോട്ടലിലെ വിസർജ്യ മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി ജീവനക്കാരെ ഒല്ലൂർ പോലീസ് പിടികൂടി. നെന്മാറ സ്വദേശി വട്ടക്കാലയിൽ വീട്ടിൽ ഷിജു, വയനാട് സ്വദേശി തോമസ് എന്നിവരാണ് അറസ്റ്റിലായത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് JCI മാളയും മാള കാർമൽ കോളേജിലെ വുമൻസ് സെല്ലും ചേർന്ന് മാരത്തോൺ സംഘടിപ്പിച്ചു. കോളേജിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ മാള ടൗൺ ചുറ്റി സമാപിച്ചു. മാള പോലീസ് SHO PM ബൈജു മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. JCI മാള പ്രസിഡന്റ് ED സാബു, പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ എന്നിവർ സംസാരിച്ചു. അവസാനമായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാങ്കേതിക കുരുക്കിൽപ്പെട്ട പുതുക്കാട് സെൻട്രൽ അടിപ്പാത നിർമ്മാണം വൈകുന്നു. നിർമ്മാണ ചുമതലയുള്ള സ്വകാര്യ കമ്പനി എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതാണ് അനുമതി ലഭിക്കാൻ തടസ്സമെന്ന് ആരോപണം. കർഷകരുടെ എല്ലാ കുടിശ്ശികയും മാർച്ചിൽ കൊടുത്തു തീർക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. അതത് സമയങ്ങളിൽ കൃഷി ഇറക്കിയില്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും മന്ത്രി. KCB ജീവനക്കാരിൽ ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ജീവനക്കാരുടെ അധിക ജോലി ഭാരമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നിഗമനം. ആലപ്പുഴയിൽ കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുന്നത് പതിവാകുന്നു. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത് തോട്ടം തൊഴിലാളികളെ ഭീതിയിലാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.